മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയമാണ്. സമാധാനം സ്ഥാപിക്കുവാൻ ഉത്തരവാദിത്തബോധത്തോടെ സർക്കാരുകൾ അടിയന്തരമായി ഉണർന്നു പ്രവർത്തിക്കണം. സർക്കാരുകളുടെ മൗനം ജനത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും ഇടുക്കി രൂപത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ രേഖപ്പെടുത്തി. മണിപ്പൂരിലെ കുക്കി, മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം രാജ്യത്തെ മുഴുവൻ ആശങ്കയിലാക്കുന്ന വിധം നിയന്ത്രണാതീതമായി കഴിഞ്ഞിരിക്കുന്നു. നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് വീടുകളും ആരാധനാലയങ്ങളും അഗ്നിക്കിരയാക്കി. ജീവനും കൊണ്ടോടി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം തേടിയവർ അനവധിയാണ്. വലിയ മനുഷ്യത്വ ദംശനമാണ് മണിപ്പൂരിൽ നടക്കുന്നത്. 50 ദിവസങ്ങളായി ഇന്റർനെറ്റും പൊതുഗതാഗതവും സ്കൂളുകളും കോളേജുകളും ഒന്നുമില്ലാതെ ജനം പൂട്ടപ്പെട്ടിരിക്കുന്നു. നൂറുകണക്കിന് ചെറിയ വീടുകളൊന്നിച്ചുള്ള ഗ്രാമങ്ങൾ കൂട്ടത്തോടെ അഗ്നിക്കിരയാക്കി. ഉറ്റവരെയും ഉടയവരെയും കണ്ടെത്താൻ പോലും കഴിയാതെ ആളുകൾ ആശങ്കയോടെ ക്യാമ്പുകളിൽ കഴിയുന്നു. യുദ്ധസമാനമായ സാഹചര്യമാണ് ഇപ്പോൾ മണിപ്പൂരിലുള്ളത്. ഇത്രയും കലാപാന്തരീക്ഷമുണ്ടായിട്ടും മണിപ്പൂർ സർക്കാരിന്റെ നിശബ്ദത ഈ ക്രൂരതയ്ക്ക് പിന്നിൽ അവർക്ക് പങ്കുണ്ടെന്ന് ന്യായമായും അനുമാനിക്കാവുന്നതാണ്. പ്രധാനമന്ത്രി ഈ കലാപത്തിൽ മൗനം അവലംബിക്കുന്നതും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനത്തിനു ശേഷവും അക്രമം തുടരുന്നതും സംശയാസ്പദമാണ്. കലാപമുണ്ടാകുമ്പോൾ സമാധാനം സ്ഥാപിക്കുവാൻ ശ്രമിക്കാത്ത ഒരു ഭരണകൂടം നിഷ്ക്രിയമാണ്. ഈ സർക്കാരിനെ പിരിച്ചുവിട്ട് മണിപ്പൂർ ഭരണം രാഷ്ട്രപതി ഏറ്റെടുത്ത് ജനത്തിന് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഇടുക്കി രൂപത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദമാക്കി. ഷിഗ്യാന ന്യൂസ്, ഇടുക്കി.